ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ സുമിത്ര തൻ്റെ വീട്ടിൽ എന്തൊക്കെയോ ഭയങ്കര മനോവിഷമമായിട്ട് ആലോചനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് മകൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അമ്മ എന്താ ഇവിടെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ശീതളിൻ്റെ കാര്യങ്ങളെ പറ്റിയാണ് അമ്മയും മകനും തമ്മിൽ സംസാരിക്കുന്നത്. ഈ സംസാരത്തിനിടയിൽ നമ്മുടെ സുമിത്ര പ്രശ്നങ്ങളെ പറ്റി അനിരുദ്ധ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും സച്ചിൻ്റെ കാര്യങ്ങൾ അങ്ങനെ വെറുതെ ലാഘവത്തോടെ തള്ളിക്കളയാൻ പറ്റില്ലെന്നും സച്ചിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ എന്ത് പ്രശ്നമാണെന്ന് അനിരുദ്ധ ചോദിച്ചു. സച്ചിൻ്റെ കാര്യം വെറുതെ തള്ളിക്കളയാൻ പറ്റുന്നതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചിന് എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങളുണ്ടെന്നും അതിനുശേഷം ശീതളിനോട് സച്ചിൻ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ഇതുവരെ സുമിത്ര ആരോടും പറഞ്ഞിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അത് പറയേണ്ടി വന്നിരിക്കുകയാണ് നമ്മുടെ സുമിത്രയ്ക്ക്. അത് സുമിത്ര മകനോട് പറയുന്നു. ശീതൾ ഗർഭിണിയാകാതിരിക്കാൻ വേണ്ടിയിട്ട് മരുന്ന് കൊടുത്തുകൊണ്ടിരുന്നതും അതുപോലെ തന്നെ അങ്ങനെ ഉപദ്രവിച്ചതും മറ്റു കാര്യങ്ങളുമൊക്കെ. അപ്പോൾ മാനസികമായിട്ട് സച്ചിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് മോളെ അവൻ്റെ കൂടെ വിടാൻ താൻ തയ്യാറാവാത്തത് എന്നുള്ള കാര്യങ്ങൾ സുമിത്ര ഇങ്ങനെ അനിരുദ്ധനോട് പറയാം. അപ്പോൾ അമ്മ എന്തുകൊണ്ടാണ് ഇത്രയും നാൾ ഇതൊക്കെ മറച്ചു വെച്ചതെന്നുള്ള കാര്യം മകൻ ചോദിച്ചപ്പോൾ എന്താണ് പറയേണ്ടതെന്ന് സുമിത്രയ്ക്ക് അറിയില്ല. കാരണം മകളുടെ ഭാവി ഇന്നല്ലെങ്കിൽ നാളെ ശരിയാകുമെന്ന് ഓർത്തിട്ടാണ് താൻ ഇതുപോലെയൊക്കെ മുന്നോട്ട് പോയതെന്നും സച്ചിൻ ഓരോ ദിവസവും വയലൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞു. മാത്രമല്ല ശീതളിനെ അവൻ്റെ കൂടെ പറഞ്ഞയക്കാനായിട്ട് കഴിയില്ല. അവൻ്റെ കൂടെ ശീതളിനെ പറഞ്ഞയച്ചാൽ അവളുടെ ജീവന് തന്നെ അത് ആപത്തായി മാറുമെന്നും അതുകൊണ്ടാണ് ഞാൻ അവളുടെ കാര്യത്തിൽ ഈ ഒരു ഒന്നും ചെയ്യാതെ ഇങ്ങനെ പിന്നോട്ട് മാറി മാറി നിൽക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇതിനി എന്താണ് അമ്മ ഒരു പോംവഴി എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ആ പോംവഴി അതെന്താണെന്ന് തനിക്കും ഒരു രൂപമില്ലെന്നുള്ള കാര്യം പറഞ്ഞു സുമിത്ര. പിന്നെ ഇതിൻ്റെ പേരിൽ ഇന്നുണ്ടായ കാര്യങ്ങളുടെ പേരിൽ അനന്യയുമായിട്ട് വഴക്കുണ്ടാക്കരുതെന്ന് പറയുവാണ്. അപ്പോൾ അനന്യ ഇന്ന് ചെയ്തത് ശരിയാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് മകൻ ചോദിച്ചപ്പോൾ മോനെ, പ്രശ്നങ്ങളില്ലാത്ത ജീവിതങ്ങളില്ല. അങ്ങനെ എല്ലാ ജീവിതങ്ങളിലും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമല്ലേ ഞാൻ, അല്ലെങ്കിൽ ജീവിക്കുന്ന ഒരു ഓർമ്മയല്ലേ ഞാനെന്ന് ചോദിച്ചു. സ്വന്തം ജീവിതത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളാണ് പലപ്പോഴും അത് വലിയ വലിയ പ്രശ്നങ്ങളായി തീരുന്നതെന്നും ജീവിതങ്ങൾ പലതും നശിച്ചു പോകുന്നതെന്നുള്ള കാര്യം സുമിത്ര പറഞ്ഞു. ഒരിക്കലും അങ്ങനെ നിങ്ങളുടെ ജീവിതം നശിച്ചു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ള കാര്യങ്ങളും സുമിത്ര പറയാം. അനന്യ കുറച്ച് ദേഷ്യപ്പെട്ടാലും എൻ്റെ മോൻ വേണം അവളെ നിയന്ത്രിച്ച് നിർത്താൻ, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനായിട്ട് നീ തന്നെ മുൻകൈ എടുക്കണമെന്ന് പറഞ്ഞു. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പമാണെന്നും അത് സോൾവ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് മോനെ എന്നൊക്കെ പറഞ്ഞ് അമ്മ മകനെ നന്നായിട്ട് തന്നെ ഉപദേശിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പം അമ്മ വിഷമിക്കുകയൊന്നും വേണ്ട, ഞാനായിട്ട് പ്രശ്നങ്ങൾക്കൊന്നും പോകുന്നില്ലെന്നുള്ള കാര്യവും പറഞ്ഞ് അനിരുദ്ധ് ഇങ്ങനെ സുമിത്രയായിട്ട് സംസാരിക്കാം. അപ്പോൾ സുമിത്രയായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ള ഒരു ഇത് അറിയാം എന്നുള്ള രീതിയിൽ സുമിത്ര പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ശീതൾ എന്തുകൊണ്ടാണ് സ്വരമോളുടെ കാര്യങ്ങൾ അനന്യമായി ആ രീതിയിൽ സംസാരിച്ചത് എന്നുള്ള കാര്യം ചോദിക്കുന്നു. എന്താണ് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം, അല്ലെങ്കിൽ സ്വരമോളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്താണ് എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും നമ്മുടെ അനിരുദ്ധ ആകെ വല്ലാതെയായി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അമ്മയുടെ ചോദ്യം അതിങ്ങ് വന്നു കഴിഞ്ഞു. ഇനി ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും തടി തപ്പുക എന്നുള്ളൊരു ഇത് മാത്രമേ നമ്മുടെ അനിരുദ്ധിൻ്റെ മുന്നിലുള്ളൂ. അനിരുദ്ധ എന്നിട്ട് കിടന്നിങ്ങനെ കുറേ ഇങ്ങനെയൊക്കെ അതും ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ മകളെ കൊണ്ടുപോയതിൻ്റെ പേരിലുള്ള ഒരു ദേഷ്യവും വിദ്വേഷവും കാരണമാണ് അവൾ അങ്ങനെ പറഞ്ഞതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് തൽക്കാലം തടി തപ്പി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളും എല്ലാം അവിടെ ഇങ്ങനെ കഴിഞ്ഞ് അപ്പോൾ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും അവിടെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശീതൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല എന്ന് സുമിത്ര നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ അനുജത്തി ഫുഡൊന്നും കഴിക്കാതിരുന്നതിൻ്റെ സങ്കടത്തിൽ നമ്മുടെ അനിരുദ്ധ ശീതളിനുള്ള ഫുഡുമായിട്ട് റൂമിലേക്ക് ചെല്ലുക. അപ്പോൾ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പം ഏട്ടനെ കണ്ടു. ഏട്ടനെ കണ്ടെങ്കിലും വലിയ തെളിച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. പുള്ളിക്കാരി ഇങ്ങനെ ദേഷ്യത്തിൽ തന്നെ നിൽക്കുവാണ്. അപ്പോൾ മോള് ഫുഡ് കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വേണ്ട ഏട്ടാ, വിശക്കുന്നില്ലെന്ന് പറഞ്ഞു. എന്തിനാ നീ കള്ളം പറയുന്നത്? നിനക്ക് വിശക്കുന്നുണ്ടെന്നും ഇന്നത്തെ പ്രശ്നത്തിൻ്റെ പേരിലാണ് നീ പട്ടിണി ഇരിക്കുന്നതെന്നും ഏട്ടന് നന്നായിട്ട് അറിയാമെന്നുള്ള കാര്യം പറയാം. മോള് അതൊന്നും മനസ്സിൽ വെക്കരുത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. ഞാനായിട്ട് എന്തിനായിട്ടാണ് മനസ്സിൽ വെക്കുന്നത്? ഞാനൊന്നും മനസ്സിൽ വെക്കുന്നില്ലെന്ന് പറഞ്ഞപ്പം നിൻ്റെ മനസ്സിൽ ആ വിഷമം ഉണ്ടെന്ന് എനിക്കറിയാം. ഏത് വീട്ടിലാണ് മോളെ പ്രശ്നങ്ങളില്ലാത്തത്? എല്ലാ വീട്ടിലും പ്രശ്നങ്ങളുണ്ട്. അതിനെയൊക്കെ നമ്മൾ മനോധൈര്യം കൊണ്ട് നേരിടുമ്പോഴാണ് നമ്മൾ അവിടെ വിജയിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ്
നമ്മുടെ അനിരുദ്ധു ഇങ്ങനെ അനുജത്തെ ഉപദേശിക്കുക. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനന്യ ഇന്ന് പറഞ്ഞതിനെ പറ്റിയും അനന്യയുടെ ഉള്ളിലെ ആ ഒരു വിഷമത്തെ പറ്റിയും ഒക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പം ശീതൾ പറഞ്ഞു, ഏട്ടത്തിക്ക് മാത്രമല്ല സ്വരമോളുടെ കാര്യത്തിൽ ഉത്തരവാദിത്വമുള്ളത്, മറ്റുള്ളവർക്കും ഉണ്ടെന്നുള്ള കാര്യം ഏട്ടൻ അറിയാവുന്ന കാര്യമല്ലേ, അതെന്താ ഏട്ടൻ ഏട്ടത്തെ പറഞ്ഞു മനസ്സിലാക്കാത്തതെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ അത് എൻ്റെ ഭാഗത്തു വന്ന് തെറ്റാണ്, മോളൊന്ന് ക്ഷമിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണം. അപ്പോൾ സുമിത്ര പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളിൽ കിടക്കുവാണല്ലോ അനിരുദ്ധിൻ്റെ. അങ്ങനെ അനിരുദ്ധ് പറഞ്ഞു, മോള് വിഷമിക്കേണ്ട, നിൻ്റെ ഏത് പ്രശ്നങ്ങൾക്കും നിന്നോടൊപ്പം ഈ ഏട്ടനുണ്ടല്ലോ, പിന്നെന്താ നീ വിഷമിക്കുന്നേ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ സമാധാനിപ്പിച്ച് ഒരു രീതിയിൽ ഭക്ഷണം കഴിപ്പിക്കുക. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു, ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ ആ ഒരു രാവിരുട്ടി വെളുത്തു. ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ പൂജയെ രഞ്ജിത വീട്ടിലേക്ക് വിളിച്ചു വരുത്തും. അത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല, അടുത്ത പണി എന്താണെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ സുമിത്രയെ ഒതുക്കുക അല്ലെങ്കിൽ സുമിത്രയെ വീഴ്ത്തുക എന്നുള്ളൊരു ലക്ഷ്യമായിട്ടാണ് നമ്മുടെ രഞ്ജിത പണി കാണിച്ചത്. രഞ്ജിത എന്നിട്ട് പൂജയെ വിളിച്ചു വരുത്തിയിട്ട് പൂജയോട് പ്രതീഷിൻ്റെ കാര്യം പറയുകയാണ്. അപ്പോൾ ആൻറ്റി എന്തിനാ എന്നോട് അത്യാവശ്യമായിട്ട് കാണാൻ വരണമെന്ന് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ മോളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു. എനിക്കിപ്പോൾ മോളോട് പറയാനുള്ളത് പ്രതീഷിൻ്റെ കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ പ്രതീഷേട്ടൻ്റെ കാര്യവും, പ്രതീഷേട്ടൻ്റെ എന്ത് കാര്യമാണ്, പ്രതീഷേട്ടൻ്റെ എന്തെങ്കിലും കാര്യം ആൻറ്റി അറിഞ്ഞോ എന്ന് ചോദിച്ചപ്പം പ്രതീഷിനെ കുറിച്ച് ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം കേട്ട് മോള് വിഷമിക്കൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. പ്രതീക്ഷ അതുപോലത്തെ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും അവൻ്റെ ജീവിതം വളരെ ദുർഘടമായൊരു അവസ്ഥയിലൂടെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പൂജയ്ക്കും ആകെ ടെൻഷനായി. പ്രതീക്ഷേട്ടന് എന്ത് സംഭവിച്ചു എന്നറിയാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി. അങ്ങനെ നമ്മുടെ രഞ്ജിത പറയാണ് പ്രതീക്ഷ ഇപ്പോൾ ഉള്ളത് ജയിലിലാണെന്ന്. ജയിലിലോ? അത് കേട്ടപ്പോഴത്തേക്കും പൂജ ഞെട്ടി. പ്രതീക്ഷേട്ടൻ ജയിലിൽ പോകേണ്ട എന്ത് സാഹചര്യം ഉണ്ടായത് എന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ പ്രതീക്ഷ ചെയ്ത കുറ്റങ്ങളെല്ലാം പുറത്തു വരുന്നു. അപ്പോൾ അങ്ങനെ പ്രതീക്ഷ തൻ്റെ ഭാര്യയെ ഉപദ്രവിച്ച് അല്ലെങ്കിൽ കൊന്നു കളഞ്ഞതിൻ്റെ ആ ഒരു ഇതിലാണ് പോയതെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ പുറത്ത് വരിക. അതൊക്കെ കേട്ട് തകർന്നടിഞ്ഞ മനസ്സുമായിട്ട് നമ്മുടെ പൂജ നിൽക്കുകയാണ്. അപ്പോൾ ഇതൊന്നും മോള് ചെന്ന് സുമിത്രയോട് പറയരുത്, നിന്നോട് പറയാതിരിക്കാൻ എനിക്കാവില്ല, അറിഞ്ഞ കാര്യം നീ അറിയണം എന്ന് തോന്നി, അതുകൊണ്ടാണ് മോളോട് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗും കാര്യങ്ങളും. അപ്പോൾ ഇത് പൂജ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സുമിത്ര അറിയും എന്നുള്ള കാര്യം രഞ്ജിതയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് രഞ്ജിത അങ്ങനെ ഒരു പണി ഒപ്പിച്ചത്. രഞ്ജിത എന്നിട്ട് സുമിത്രയോട് മോളിത് പറയരുതെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ സംസാരിച്ചു. അതെല്ലാം കഴിഞ്ഞ് ഇതൊക്കെ കേട്ട് മനസ്സ് മരവിച്ച് ഇങ്ങനെ നമ്മുടെ പൂജമോള് വീട്ടിലോട്ട് പോകുന്നു. ചെന്നപാടി കേട്ടില്ല കേൾക്കാതെയാണ് എന്താണെങ്കിലും സുമിത്രയോട് കാര്യം അവതരിപ്പിച്ചു. അങ്ങനത്തെ സുമിത്ര പ്രതീക്ഷ ജയിലിലാണെന്നുള്ള ആ നഗ്നസത്യം തിരിച്ചറിഞ്ഞതോടുകൂടി സുമിത്ര വന്ന് കുഴഞ്ഞു വീഴുന്നത് പോലെയായിപ്പോയി. സുമിത്രയ്ക്ക് ആ ദുരന്തം സംഭവിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അതെല്ലാം കേട്ട് നമ്മുടെ സുമിത്ര എന്താ പറയുന്നത് പഴയപടി പോലെ ആയി ഒരു നിമിഷം, ഒരു സെക്കൻഡ് നേരത്തേക്ക് സ്തംഭിച്ച് നിന്നുപോയി. അപ്പോൾ ഇതൊക്കെ അനിരുദ്ധിന് അറിയാമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ രഞ്ജിത പറഞ്ഞു പിടിപ്പിച്ചു. ഇതെല്ലാം പൂജ വന്ന് പറയുമല്ലോ. അപ്പോൾ പിന്നെ എല്ലാം കൂടെ മൊത്തത്തിൽ പ്രശ്നമാകുന്ന രഞ്ജിതയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് രഞ്ജിത ഒരു മുഴ മുന്നേ അറിഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നാളത്തെ നമ്മുടെ കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുമല്ലോ അല്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും 1000 നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ചു നിർത്തുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.